എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരോട് ഇത് കണ്ട് മനസ്സിലാക്കാൻ പറയുകയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥന. പ്രത്യേകിച്ച് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ കുടുംബവും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടെ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ. അത് ഒരു പരിധി വരെ നല്ലതാണ്, എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, അങ്ങനെ ചെയ്യണം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഓരോ കുടുംബത്തിലും ഈശോ ഒരു പ്രത്യേക വ്യക്തിയെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഈശോ വിളിച്ചിട്ടുണ്ട്, അല്ലെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതാരാണ് ആ വ്യക്തി എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ തകർച്ചയിൽ കഴിയുന്ന വ്യക്തിയാണ് ആ കുടുംബത്തിന് വേണ്ടിയും ആ തലമുറകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിയോഗം ലഭിച്ചിരിക്കുന്ന വ്യക്തി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ മക്കളെല്ലാവരും അമേരിക്കയിലാണ്, ഒരു മകൻ മാത്രം നാട്ടിലുണ്ട്. അവനാണ് സർവ്വ തല്ലിപ്പൊളിയുമാണ്. അവനെ ഇവരെല്ലാവരും കൂടെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇവൻ ശരിയാകാത്തതുകൊണ്ട് ഇവനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടതാണ്. അപ്പോൾ ഈ മകൻ എല്ലാവർക്കും തലവേദനയാണ്, അവന് പോലും അവൻ ഒരു തലവേദനയായി മാറി. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര അസ്വസ്ഥത കൊണ്ട് നിറയപ്പെട്ട ഒരു മനുഷ്യനായി മാറിയാൽ ഇയാളെ ആർക്കും ഇഷ്ടമല്ല. ഇയാൾ തന്നെയുമല്ല, ഇയാളുടെ രീതികളും അത്ര ശരിയായിട്ട് വരുന്നില്ല. മൊത്തത്തിൽ ഇയാളൊരു പ്രശ്നക്കാരനായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇയാളുമായിട്ട് സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇയാൾക്ക് ഇവിടെ ചെന്നാലും തകർച്ചകളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, താങ്കളാണ് ഈ കുടുംബത്തെ പ്രാർത്ഥന കൊണ്ടും ദൈവാത്മാവിൻ്റെ കൃപ കൊണ്ടൊക്കെ നിറയ്ക്കേണ്ടതും അതോടൊപ്പം തന്നെ ഈ ദൈവസന്നിധിയിൽ പ്രാശ്ചിത്തം ചെയ്ത് ഈ കുടുംബത്തെയും തലമുറകളെയൊക്കെ രക്ഷിക്കേണ്ട വ്യക്തി താങ്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് സത്യം പറഞ്ഞ അരിശം വന്നു. അയാൾക്ക് ആദ്യമൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അയാൾക്ക് വെറുതെ പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇയാളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പം അയാൾക്ക് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, പിന്നീട് അയാൾ അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറെക്കുറെയൊക്കെയുള്ള ഒരു മാന്യമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതോടൊപ്പം തന്നെ അയാൾ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി ഏറെക്കുറെ മാറി. പണ്ടത്തെ അത്രയും ഇങ്ങനെ മോശപ്പെട്ട ഒരു ജീവിതാവസ്ഥയൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്: എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഈശോ ഒരാളെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മാത്രം മാറ്റി നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈശോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നല്ല കഴിവുള്ളവരായിരിക്കും. പക്ഷേ അവരെന്ത് ചെയ്താലും പൊതുവെ പരാജയമായിരിക്കും. അത് ഒരു കാറ്റഗറി. അതുപോലെ തന്നെ ചിലർ എന്നും രോഗികളാണ്, എന്നും രോഗവും അസുഖങ്ങളും. മറ്റ് ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരായിരിക്കും, ഭയങ്കരമായിട്ട് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ. വേറെ ചിലർ അവരെവിടെ ചെന്നാലും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ജീവിതത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വളരെയധികം കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം എവിടെ ചെന്നാലും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈശോ മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികൾ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ആ വ്യക്തിയാണ് ശരിക്കും ഈ കുടുംബത്തിലെ തലമുറകളെല്ലാം, മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ വരാനിരിക്കുന്നതുമായ തലമുറകൾക്ക് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിച്ച് ആത്മീയമായിട്ട് വേണ്ട ആത്മീയ കൃപകൾ നേടിയെടുത്ത് നൽകേണ്ടത് ഈ വ്യക്തിയാണ്.
അപ്പോൾ ആ വ്യക്തിയെ ആ വ്യക്തികൾ പൊതുവെ എല്ലായിടത്തും പ്രശ്നക്കാരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ എല്ലാത്തിലും പരാജയപ്പെട്ടവരാണ്, അങ്ങനെയൊക്കെയാണ് പൊതുവെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ ഈ വ്യക്തിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീയമായിട്ടുള്ള ഈശോയുമായിട്ടുള്ള ഒരു അഗാധ ബന്ധമാണ്. എന്തിനു വേണ്ടി? ഈ കുടുംബത്തിന് വേണ്ടി. ഈ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഈശോയുടെ മുമ്പിൽ എത്തിക്കുന്ന മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ്. അപ്പോൾ അയാൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈശോയുടെ മുമ്പിൽ ഈ കുടുംബത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ കുറേയൊക്കെ ഈശോ തിരികെ കൊടുക്കും. അത്യാവശ്യം മുന്നോട്ട് ഭൗതികമായിട്ടുള്ള ജീവിതം മുന്നോട്ട് വലിയ തട്ടുകേടില്ല, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള വഴികൾ ഈശോ തുറന്നു കൊടുക്കും. അതേസമയം ഇത് മനസ്സിലാക്കാതെ തിരിഞ്ഞു നടന്നാൽ ജീവിതം പടുകുഴിയിലേക്ക് പോകും. തകർച്ചയുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും വലിയ പടുകുഴിയിലേക്ക് പോകും. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏറ്റവും അങ്ങേയറ്റം പ്രതിസന്ധിയിലെങ്കിലും ഇവൻ ഈശോയെ തിരിച്ചറിയും എന്നുള്ളൊരു ഈശോയുടെ ഒരു പ്രതീക്ഷ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ കാര്യമാണ്, ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രതിസന്ധികളിലേക്ക് പോകുന്തോറും അവൻ ഈ കാര്യങ്ങൾ ഈശോ അവനെ വിളിക്കുന്നു, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന അവൻ്റെ ആത്മീയ ദൗത്യമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഈശോയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുമെന്ന് വലിയ കോടീശ്വരനാകുമെന്നൊന്നുമല്ല. സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കാനുള്ള ഒരു വഴി ഈശോ തുറന്നു കൊടുക്കും. അല്ലാത്ത പക്ഷം അവൻ നശിക്കും. ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം, ഒരു 99% ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് മനുഷ്യൻ. ഓരോ കുടുംബത്തിലെയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈശോ മാറ്റി നിർത്തപ്പെട്ട വ്യക്തികൾ ഈ ഒരു ദൗത്യവും ഈ ദൈവഹിതവും തിരിച്ചറിയാതെ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിന് അടിമയായി, അല്ലെങ്കിൽ എല്ലായിടത്തും പ്രശ്നങ്ങളായി, കടബാധ്യതയായി, പരാജയങ്ങളായി, അങ്ങനെ ജീവിച്ച് വലിയ നിരാശയിൽ പെട്ട് ഈശോയിൽ നിന്നൊക്കെ അകന്ന് നശിച്ചു പോയി ഇഷ്ടംപോലെ 99% മനുഷ്യരും അങ്ങനെ തന്നെയാണ്. 99%. അപ്പം ഞാനിത് പറയാൻ കാര്യം, ഞാൻ എൻ്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, ഞാൻ അതിൻ്റെ കാര്യകാരണ സഹിതം അവരെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയാണ്. പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഉള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ അവരെ പ്രത്യേകം മാറ്റി നിർത്തിയിരിക്കുന്നു, ഈശോ അവരെ സ്നേഹിക്കുന്നു, ഈശോയുടെ പദ്ധതിക്ക് വേണ്ടി, ദൈവഹിതത്തിന് വേണ്ടി അവരെ ഈശോ വിളിച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായതെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ കൂടുതൽ ഈശോയോട് അടുക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. ഞാൻ കണ്ടേക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അവർ എപ്പോഴും ഹാപ്പിയാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതം ഭയങ്കര സന്തോഷകരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം വെറും ഭൗതികമായിട്ടുള്ള സുഖവും ലാഭങ്ങളും ഒന്നുമല്ല. ആത്മീയമായിട്ട് വലിയൊരു ആനന്ദവും വലിയൊരു സൗഭാഗ്യവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. അങ്ങനെയൊക്കെയുള്ള വലിയൊരു സമാധാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിഷേധിച്ച് പോയവർ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഈശോ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള ലക്ഷണം ഇതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയുടെ ലക്ഷണങ്ങൾ ഇതാണ്. അയാൾ നല്ല കഴിവുള്ളവരും സൽസ്വഭാവികളും ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു വ്യക്തിയായിരിക്കും. ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായിരിക്കും. എന്നാൽ പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്നും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും മാത്രമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ്, ഇതിനെ തരണം ചെയ്യാതെ വരുമ്പോഴാണ് ഈ മനുഷ്യർ മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയൊക്കെയുള്ള ദുശീലങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് പൂർണ്ണമായിട്ടും അവർ നശിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനിത് എൻ്റെ ജീവിതത്തിൽ ഡെയിലി കാണുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈശോയോട് ചേർന്ന് നിൽക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും.